മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സവാള കൊണ്ടൊരു മെഴുക്കുവരട്ടി കേട്ടോ. വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനൊരു സവാള ഉണ്ടെങ്കിൽ മെഴുക്ക് വരട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിത് സ്ഥിരം ഉണ്ടാക്കുന്ന കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സവാള മെഴുക്ക് വരട്ടി മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണല്ലോ സവാള. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ കഴിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, കുഴയാതെ നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു തോരനോ ഒരു കഷ്ണം അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സവാള മെഴുക്കുവരട്ടി മാത്രം മതി. അപ്പോൾ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കണ്ട. സവാള ഉണ്ടെങ്കിൽ ഇതുപോലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കും, വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. പിന്നെ സവാള ഉണ്ടെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടും ഇതുപോലൊരു മെഴുക്കുവരട്ടി മാത്രം മതിയെന്ന്. അപ്പം ഞാൻ നല്ല 4 സവാള എല്ലാം കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ മുഖഭാഗം കട്ട് ചെയ്ത് കളയണം. കാരണം ഒന്നേ തൊടാതെ ഇതളായിട്ട് കിടക്കണം, ഒറ്റയായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇത് കൂട്ടം കൂടി ഇങ്ങനെ ഉണ്ട കെട്ടിയിരിക്കും. അപ്പം നമ്മൾ ഇതേ രീതിയിൽ എന്നിട്ട് അധികം സ്ലൈസ് ആക്കുകയും ചെയ്യരുത്. സാധാരണ ഇച്ചിരി കനം വേണമെന്ന് താനും കേട്ടോ. അപ്പം നല്ല ഇതേ രീതിയിൽ നമ്മൾ ഇതളായിട്ട് ഒറ്റയായിട്ട് കിടക്കത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ സവാളയുടെ ആരോഗ്യ ഗുണങ്ങളെന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയ്ക്ക് നിയന്ത്രിക്കും, അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും, അതുപോലെ ഹൃദയാരോഗ്യം സംരക്ഷിക്കും. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ്, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാൻസറിനെ തടയാനും പരിധിവരെ തടയാനും, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തടയാനും, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് നമ്മുടെ സവാള. അപ്പം ഇതെല്ലാം കണ്ട് ഇതേ രീതിയിൽ നമുക്കെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, എൻ്റെ മോടം കളഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കണ്ട് ഇതേ രീതിയിൽ നല്ല പൂ പോലെ, നല്ല തുമ്പപ്പൂ പോലെ എല്ലാം നമ്മൾ കണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ വിതിർത്ത് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ. കണ്ടില്ലേ, ഒന്നേ തൊടാതെ ഓരോന്നോരോന്നായിട്ട് കിടക്കുകയാണ്. കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മാറ്റി വെക്കണ്ട കേട്ടോ. കാരണം ഇത് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കറി തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിനിയും പാൻ അടുപ്പിൽ വെച്ചു. ചൂടായ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകും ഇട്ടു. കടുകിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വട്ടം അരിഞ്ഞിരുന്ന ഉള്ളിയും ചേർത്തു. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും നമ്മൾ ഏത് ഭക്ഷണത്തിലും നമ്മൾ വെളുത്തുള്ളി ചേർത്താൽ കേട്ടോ. അപ്പോൾ ചതച്ചതാണ്, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില, നമ്മുടെ വീട്ടിലെ കറിവേപ്പില ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാനങ്ങ് ഊരിയിട്ട് കൊടുക്കുകയാണ്. സവാള മൂത്തതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടികളാണ്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചതിന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ മുളക് പൊടിയാണ് 1.5 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഇതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മുടെ സവാള അങ്ങിട്ട് കൊടുക്കാൻ. നമ്മൾ അധികം നേരം സവാള വെച്ചാൽ വെള്ളം ഇറങ്ങും. എന്നിട്ട് സവാള ഇതിനകത്ത് നമ്മുടെ ഈ മസാലയ്ക്കകത്തിട്ട് നല്ലതുപോലെ കൂട്ടി ഇളക്കി, ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് എല്ലാം നമ്മൾ കൂട്ടിയിളക്കി ഈ മസാലകളെല്ലാം നമ്മുടെ ഈ സവാളയ്ക്കകത്തെല്ലാം പിടിക്കണം കേട്ടോ. കണ്ടില്ലേ, എല്ലാം കൂട്ടി ഇളക്കണം. നമ്മൾ വളരെ പെട്ടെന്നാണ് ഈ സവാള, നമുക്ക് പെട്ടെന്നല്ല, കുറേ സമയം എടുക്കും ഇത് ഇങ്ങനെ ചിക്കി ഇതിനകത്തെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, വെള്ളമെല്ലാം പറ്റി നല്ല തോർന്ന് ആ എണ്ണയ്ക്കകത്ത് നമ്മുടെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് നമ്മൾ ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ കറി മറ്റുള്ള കറികൾക്കൊക്കെ സവാള വഴറ്റുന്ന പോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടാൽ ഈ പെർഫെക്ഷൻ, ഈ ടേസ്റ്റൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ മെഴുക്ക് വരട്ടുമ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കാറ്. അപ്പോൾ ഇതെല്ലാം ചിക്കി തോർന്ന് ഇതിൻ്റെ വെള്ളമയം എല്ലാം, സവാളയുടെ വെള്ളമയം കേട്ടോ, എല്ലാം പോയി എല്ലാം നല്ല ഡ്രൈ ആയി നല്ല എണ്ണയ്ക്കകത്ത് മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റി
നല്ല പെർഫെക്റ്റായിട്ട് കണ്ടില്ല, ഒന്നിൽ തൊടാതെ കിടക്കുകയാണ്. ഇനി നമ്മളിത് 2 മിനിറ്റോ 1 മിനിറ്റോ അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒന്ന് വെന്ത് കേട്ടോ, വെന്ത് അല്ല എണ്ണയ്ക്കകത്ത് മൂത്ത് വെന്ത് ഒന്നേൽ തൊടാതെ കിടക്കുന്നുണ്ടല്ലേ. ഒന്നിൽ തൊടാതെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ സവാള ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 2 ദിവസം വേണേൽ വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ ഒന്നേ തൊടാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാവരും ഹൈപ്പെന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും ചെയ്യണം. ഓളെന്ന ഓപ്ഷനൂടെ കൊടുക്കണമെങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്ത് നമ്മെ സഹായിക്കുക. കണ്ടില്ലേ, അടുത്ത ഒരു നല്ല ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ വെച്ച് നോക്കിയാൽ മതി, പിന്നെ എപ്പോഴും നമുക്ക് ഇതേ രീതിയിൽ വെക്കണമെന്ന് തോന്നും കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.